നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള മാസത്തിലെ കുംഭത്തിലെ പൂരനാളിലാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പൊങ്കാല സമർപ്പിക്കുന്ന ദിനം. ലോകത്തിലേക്ക് വെച്ചത് എന്ന് തന്നെ പറയാം. പൊങ്കാല വഴിപാട് സമർപ്പിക്കാനായി എത്തുന്ന വലിയൊരു സ്ത്രീ സമൂഹത്തിൻ്റെ ആതിഥേയത്വം വഹിക്കാനായി തിരുവനന്തപുരം നഗരം തയ്യാറെടുക്കുന്നു. സൂര്യൻ ഉച്ചസ്ഥിതിയിൽ ഉദിച്ചുട്ടുപൊള്ളുന്ന സമയത്ത് ഓലയും കൊതുമ്പും കൊണ്ട് അഗ്നി ഒരുക്കി മൺകലങ്ങളിൽ ഭഗവതിക്കായി പൊങ്കാല സമർപ്പിക്കാനായി ദശലക്ഷക്കണക്കിന് സ്ത്രീകൾ എത്തുന്നു. സ്ത്രീയുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ലോകത്തിലെ തിന്മകളെ നശിപ്പിച്ച് നന്മയെ സംരക്ഷിക്കാനായി വിഷ്ണുമായ ഭഗവതിയുടെ അവതാരമെടുത്തതായി പറയപ്പെടുന്നു. എന്നാൽ കണ്ണകിയുടെ ദിവ്യരൂപം എന്ന് ആറ്റുകാൽ ഭഗവതി എന്നും പറയപ്പെടുന്നു. മധുരയെ ശാപത്താൽ അഗ്നിക്ക് ഇരയാക്കിയ കണ്ണകി കന്യാകുമാരി വഴി കേരളത്തിൽ എത്തി കൊടുങ്ങൂരിലേക്ക് പോകും വഴി ആറ്റുകാൽ എന്ന സ്ഥലത്ത് താമസിക്കും എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ അവിടെ ആറ്റുകാൽ ഭഗവതിയായി ഭക്തരെ സംരക്ഷിക്കുന്നവളായി മാറിയെന്നും പറയുന്നു. പാർവതി ദേവിയുടെ അവതാരമാണ് കണ്ണകി. തങ്ങളുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇല്ലാതാക്കുവാൻ വ്രതമെടുത്ത് ഭയഭക്തിയോടെ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ച് ദേവിയെ വണങ്ങി ഭക്തർ പിൻവാങ്ങുന്നു. മകരകുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിച്ച് 10 ദിവസത്തെ ആഘോഷങ്ങളും നടത്തി രാത്രി കുരുതി തർപ്പണത്തോടെ ഉത്സവം അവസാനിപ്പിക്കുന്നു. അതിൽ 9ാമത്തെ ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന മഹോത്സവം. ദശലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങൾ വ്രതമെടുത്ത് പൊങ്കാല സമർപ്പിക്കുന്ന പൊങ്കാല മഹോത്സവം ഈ വർഷം 2025 മാർച്ച് 5 ആരംഭിച്ച് പ്രധാന ചടങ്ങായ പൊങ്കാല സമർപ്പണം മാർച്ച് 13 പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു മറിയുക എന്നാണ്. മനമുരുകി കരഞ്ഞ് വ്രതമെടുത്ത് പ്രാർത്ഥിച്ച് സ്ത്രീകൾ സ്നേഹത്താൽ ദേവിക്ക് അർപ്പിക്കുന്ന നിവേദ്യമാണ് പൊങ്കാല. അരി, ശർക്കര, നാളികേരം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പഴം എന്നിവയൊക്കെ ചേർത്ത് പായസത്തിന് തുല്യമായ നിവേദ്യമാണ് പൊങ്കാല. പ്രാർത്ഥനയോടെ അർപ്പിക്കുന്ന ഈ പൊങ്കാല എല്ലാ ദുഃഖങ്ങളും ശമനമാകും എന്ന പ്രതീക്ഷയോടെയാണ് സ്ത്രീജനങ്ങൾ സമർപ്പിക്കുന്നത്. കോപത്താൽ മധുരനഗരം ചുട്ടരിച്ച കണ്ണകി അനന്തപുരിയിലെത്തി ദേവിയുടെ മുൻപിലേക്ക് എത്താൻ പോലും പലരും മടിച്ചിരുന്നു, ഭയപ്പെട്ടിരുന്നു. ഒടുവിൽ ഭഗവതിയുടെ ക്രൂരഭാവം അടക്കാൻ ദേവിയോട് തന്നെ ഉള്ളൂരിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തിളച്ചു പൊങ്ങിയ പൊങ്കാല ദേവിയുടെ കാൽക്കൽ സമർപ്പിച്ചു എന്നും അങ്ങനെ അന്നപൂർണേശ്വരിയായി മാറിയ ദേവി കോപം അടങ്ങി ഭക്തർക്ക് ആശ്രയവും അഭയവും മാനങ്ങളും നൽകുന്ന ഭഗവതിയായി ആറ്റുകാലിൽ സാന്നിധ്യം ഉറപ്പിച്ചു. അന്ന് മുതൽ പൊങ്കാല ഭഗവതിയുടെ ഇഷ്ടനിവേദ്യമായി കണക്കാക്കി ഭക്തർ വർഷത്തിലൊരിക്കൽ പൊങ്കാല സമർപ്പിക്കാൻ വേണ്ടി ആരംഭിച്ചു. കാർത്തിക നാൾ ദേവിക്ക് കാപ്പ് കെട്ടി കുടിയിരുത്തുന്ന നാൾ മുതൽ ഉത്സവം ആരംഭിക്കും. പൂരം നാളിൽ പൊങ്കാല സമർപ്പിക്കാനുള്ള സ്ത്രീകൾ ക്ഷേത്ര പരിസരങ്ങളെല്ലാം നിറയും. ഒരു മനസ്സോടെ പാവപ്പെട്ടവരും പണക്കാരനും ഒരുമിച്ച് അർപ്പിക്കുന്ന പൊങ്കാല. എല്ലാവരും ഒന്നായി അമ്മേ നാരായണ ദേവി നാരായണ എന്ന് ജപിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന പൊങ്കാല. പൊങ്കാലയ്ക്ക് ഒരാഴ്ച മുമ്പേ വ്രതം ആരംഭിക്കണം. 2 നേരം കുളിച്ച് മത്സ്യമാംസാദികൾ ഒഴിവാക്കി സസ്യാഹാരം മാത്രം കഴിച്ച് മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വ്രതം എടുക്കേണ്ടത്. പൊങ്കാലയും തലേ ദിവസം തന്നെ ഒരിക്കലൂണായിട്ട് വ്രതം ആചരിക്കാം. പൊങ്കാല ഇടുന്നതിന് മുമ്പ് ക്ഷേത്ര ദർശനം നടത്തി പൊങ്കാല ഇടാൻ ഭഗവതിയോട് അനുവാദം ചോദിക്കുന്ന എന്നുള്ളൊരു ചടങ്ങുണ്ട്. അതിനുശേഷം അടുപ്പിന് സമീപം ഗണപതിക്ക് നിലവിളക്ക് കൊളുത്തി അതിനു മുമ്പിൽ അവൽ, പഴം, മലർ, ശർക്കര, കൽക്കണ്ടം, മുന്തിരി എന്നിവ കിണ്ടിയിൽ കുറച്ച് ജലവും വെക്കേണ്ടതാണ്. പുതിയ മൺകലത്തിലാണ് നമ്മൾ പൊങ്കാല ഇടേണ്ടത്. മൺകലത്തെ ശരീരമായും സങ്കല്പിച്ച് അത് തിളച്ചു മറിയുന്ന അരി അഹം കൊണ്ട് നിറഞ്ഞ മനസ്സായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെ തിളച്ചു മറിഞ്ഞ് അഹം എന്ന ഭാവം നശിച്ച് ശുദ്ധമായ മനസ്സിൽ ശർക്കര എന്ന മധുരം ഉള്ള ആനന്ദം നിറയുന്നു എന്നും സങ്കല്പത്തിലാണ് ശർക്കര ചേർക്കുന്നത്. അങ്ങനെ ശുദ്ധമായ മനസ്സോടെ അർപ്പിക്കുന്ന പൊങ്കാല ദുഃഖങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്നു. ക്ഷേത്രത്തിന്റെ മുൻപിലുള്ള ഭണ്ഡാരത്തിന്റെ അടുപ്പിൽ നിന്ന് തീ കത്തിച്ച ശേഷമാണ് അതിൽ നിന്ന് പകർത്തുന്ന തീ കൊണ്ടാണ് മാത്രമേയാണ് അടുപ്പിൽ കത്തിക്കാൻ പാടുള്ളൂ. പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ ജലപാനം പോലും പാടുള്ളൂ. പൊങ്കാല കൂടാതെ തെരളി, കുമ്പളപ്പം, മണ്ടപ്പുറ്റ് എന്നിവയായും ഉണ്ടാക്കി നിവേദ്യമായി സമർപ്പിക്കാറുണ്ട്. അതിനുശേഷം ക്ഷേത്രത്തിലെ പൂജാരി തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നു. പൊങ്കാല തിളച്ചു മറിയുന്ന ദിക്ക് കണക്കാക്കി ഫലവും പറയുന്നുണ്ട് കേട്ടോ. പൊങ്കാല തിളച്ചു മറിയുന്നത് ഏത് ദിക്കാണ് അനുസരിച്ച് വിചാരിച്ച് വരുന്ന കാര്യങ്ങളും ഫലം കണക്കാക്കാം എന്നും പറയുന്നു. കിഴക്ക് തിളച്ചു വരുവാണെങ്കിൽ ആഗ്രഹിച്ച കാര്യം നടക്കൂ എന്നാണ്. വടക്കോട്ടായാൽ കാര്യങ്ങൾ നടക്കാൻ അല്പം താമസിക്കും എന്നും അർത്ഥം പറയാറുണ്ട്. പടിഞ്ഞാറാണെങ്കിൽ കാര്യങ്ങൾ നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. തെക്കാണെങ്കിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറിയിട്ടില്ലെന്നാണ് അർത്ഥം വരുന്നത്.
അതിന് പ്രതിവിധിയായി നമുക്ക് ദേവീ ഭജനം, ദേവി പൂജ, വഴിപാടൊക്കെ ചെയ്യാവുന്നതാണ്. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നിവേദിക്കുന്നത്. 2025 മാർച്ച് 13 അതിരാവിലെ 4:05 പൂരനക്ഷത്രം ആരംഭിച്ച് മാർച്ച് 14 രാവിലെ 6:19 അവസാനിക്കുന്നു. മാർച്ച് 13 രാവിലെ 10:15 അടുപ്പ് വിട്ട് മാർച്ച് 14 രാവിലെ 8 മണിക്ക് ദേവിയെ അകത്തെഴുന്നള്ളിക്കും. രാത്രി 10 മണിയാണ് കാപ്പ് കഴിക്കുന്നത്. പുലർച്ചെ 1 മണിക്ക് നടത്തുന്ന കുരുതി തർപ്പണത്തോടെ പൊങ്കാലോത്സവം സമാപിക്കുന്നു. വ്രതം എടുക്കുമ്പോൾ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് ബാക്കി സമയം ഫലങ്ങൾ കഴിച്ച് പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ്. ബ്രഹ്മചര്യം നിർബന്ധമാണ്. തിന്മയാകുന്ന ഒരു കാര്യങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ പാടില്ല. ദേവി മാത്രമായിരിക്കണം മനസ്സിൽ. പൊങ്കാല സമർപ്പിക്കുമ്പോൾ കോട്ടൺ വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കേണ്ടത്. പുല വാലായ്മ ഉള്ളവർ പൊങ്കാല ഇടാൻ പാടില്ല. പൊങ്കാല ദേവിക്ക് നേദിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഇളനീർ പഴം കഴിച്ച് വ്രതം വീടാവുന്നതാണ്. പൊങ്കാല പായസം പാഴാക്കി കളയാൻ ഒരിക്കലും പാടില്ല. സ്വന്തം വീട്ടിലുള്ളവർക്കും അല്ലെങ്കിൽ അയൽവക്കക്കാർക്കൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പൊങ്കാലയിടാൻ ആറ്റുകാൽ പോകാൻ സാധിക്കാത്തവർക്ക് സ്വന്തം ഗൃഹത്തിൽ ചെയ്യാവുന്നതാണ്. ഭക്തിയോടെയും പരാശക്തിയായ ദേവിയെ ഭജിച്ച് പൊങ്കാലയിട്ട് എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും നീങ്ങി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.